ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ശ്രുതി അശ്വിൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് അശ്വിനെ തന്നെ നോക്കി നിൽക്കുന്നു. അശ്വിനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ പെട്ടെന്ന് ശ്രുതി പറയാം, സാർ ഞാൻ സാറിനെ അന്വേഷിച്ച് നടക്കുമായിരുന്നു, എനിക്കൊരു കാര്യം. ഇങ്ങനെ പറയുമ്പോൾ അശ്വിനാണെങ്കിൽ ദേഷിച്ച് ശ്രുതിയെ നോക്കുന്നു. എന്നിട്ട് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോയിട്ട് അഞ്ജലിയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. അശ്വിന് പെട്ടെന്ന് എന്ത് പറ്റിയെന്ന് ആലോചിച്ച് ശ്രുതി ഇങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് അമ്മായിയെ ചെന്ന് ഇടിക്കുന്നു. അമ്മായി പറയാം, എന്റെ കൊച്ചേ, നിന്നെ എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനാ? പ്രീതി നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ശ്രുതിയും കൂട്ടി അവിടെ നിന്ന് പോകുന്നു. ഈ സമയം അശ്വിനാണെങ്കിൽ അഞ്ജലിയെ വിളിച്ച് റൂമിലേക്ക് കൊണ്ടുവന്നിട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ അഞ്ജലി ചോദിക്കുക, എന്താ കുഞ്ഞാ, എന്താ പറ്റിയത്? നീ ആകെ ഡള്ളായിരിക്കുന്നല്ലോ. അശ്വിനാണെങ്കിൽ ഒന്നും മിണ്ടാതെ അഞ്ജലി തന്നെ നോക്കുന്നു. അഞ്ജലി പറയാം, എന്താ കുഞ്ഞാ, എന്തായാലും പറയ്. അങ്ങനെ അശ്വിനാണെങ്കിൽ ധൈര്യം സമ്പാദിച്ചിട്ട് അത് പിന്നെ ചേച്ചി, എനിക്ക് അത്യാവശ്യമായിട്ട് ചേച്ചിയോട് ഒരു കാര്യം പറയാനുണ്ട്. അഞ്ജലി, എന്താ കുഞ്ഞാ, പറയ്, എന്തായാലും ചേച്ചിയോടല്ലേ, നീ എന്ത് വേണമെങ്കിലും പറഞ്ഞു എന്ന് പറയുമ്പോൾ അശ്വിൻ ധൈര്യം സമ്പാദിച്ചിട്ട് ചേച്ചി ചേച്ചി ഇത്രയും നാൾ പറ്റിക്കപ്പെടുകയായിരുന്നു. ഈ സമയം അഞ്ജലി ആണെങ്കിൽ തലയിറക്കം വന്ന് ബെഡിലേക്ക് വീഴുന്നു. അശ്വിനാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ പറയുകയാണ്, ചേച്ചി മാത്രമല്ല ഞാനും ചതിക്കപ്പെടുമായിരുന്നു. ചേച്ചിയുടെ ഭർത്താവ് അയാൾ ഒരു ചതിയനായിരുന്നു, അയാൾ നമ്മളെ പറ്റിച്ചുകൊണ്ടിരുന്നതാണ്. ഈ കാര്യങ്ങളെല്ലാം ശ്രുതിക്കും അറിയായിരുന്നു, പക്ഷേ അവളും നമ്മളെ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് അഞ്ജലിയെ നോക്കുമ്പോൾ അഞ്ജലിയെ കാണുന്നില്ല. പെട്ടെന്ന് ബെഡിലേക്ക് നോക്കിയിട്ട് ചേച്ചി ചേച്ചി എന്ന് നിലവിളിച്ചിട്ട് അശ്വിൻ പോയി കുറച്ച് വെള്ളം എടുത്ത് അഞ്ജലിയുടെ മുഖത്ത് തളിക്കുന്നു. അഞ്ജലി ബോധം വരുമ്പോൾ അശ്വിൻ പെട്ടെന്ന് ചോദിക്കുകയാണ്, എന്താ ചേച്ചി, എന്താ പറ്റിയത്? അഞ്ജലി ഒന്നുമില്ല, പെട്ടെന്ന് തലകറക്കം വന്നു എന്ന് പറയുമ്പോൾ അശ്വിൻ ചോദിക്കുകയാണ്, അത് പിന്നെ ഞാൻ പറയുന്ന കാര്യം കേട്ടിട്ടാണോ ചേച്ചിക്ക് തലകറക്കം വന്നത്? അപ്പോൾ അഞ്ജലി, എന്താ കുഞ്ഞാ, നീ എന്താ പറഞ്ഞത്? നീ വല്ലതും പറഞ്ഞോ? അശ്വിനാണെങ്കിൽ ഒന്നുമില്ല ചേച്ചി, ഞാനൊന്നും പറഞ്ഞില്ല, ചേച്ചിക്ക് വെറുതെ തോന്നിയതാ, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, എനിക്കൊന്നും പറയാനില്ലെന്നൊക്കെ അശ്വിൻ ഇങ്ങനെ പറയാണ്. അഞ്ജലി അശ്വിനെ തന്നെ ഇങ്ങനെ നോക്കുന്നു. ഈ സമയം ശ്യാം ആണെങ്കിൽ മനസ്സിൽ പറയുകയാണ്, ഇനിയിപ്പോൾ അശ്വിൻ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും അഞ്ജലിയോട് പറയൂ, അത് എന്നെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി മാത്രം പറഞ്ഞതാണോ? അഞ്ജലി കാര്യങ്ങളെല്ലാം അറിഞ്ഞാൽ എല്ലാം കൈവിട്ടു പോവും. അങ്ങനെ പറ്റില്ല, അഞ്ജലി ഒന്നും അറിയാൻ പാടില്ല. സത്യങ്ങളൊക്കെ ഇനി അഞ്ജലിയോട് പറയോ? ഇല്ല, അവൾ നെഞ്ചു പൊട്ടി മരിക്കുമെന്ന് അവന് നന്നായിട്ടറിയാം. ഈ സമയം മോഹനാണെങ്കിൽ ശ്യാമിൻ്റെ അടുത്തേക്ക് വന്നിട്ട്, എന്താ, എന്തിനെ പറ്റിയാ നീ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്? അപ്പോൾ ശ്യാം പറയാണ്, അത് പിന്നെ അഞ്ജലിയെ അവൾ എന്തെടുക്കുക, അവളെ ഇവിടെ ഒന്നും കാണുന്നില്ലെന്ന് പറയുമ്പോൾ മോഹനം പറയാണ്, അത് പിന്നെ കല്യാണമായിട്ട് അവൾ ഗസ്റ്റിനെയൊക്കെ സ്വീകരിക്കണ്ടേ, അതിൻ്റെയൊക്കെ ഓട്ടപ്പാച്ചില്ല. ഈ അഞ്ജലിയെ പറ്റി തന്നെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ശ്യാം പറയുകയാണ്, കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷമായെങ്കിലും എനിക്ക് അഞ്ജലിയെ കാണാതിരിക്കാനേ പറ്റില്ല. അവളോട് എന്തുമാത്രം സ്നേഹമുണ്ടെന്നറിയോ എനിക്ക് അവളെ പറ്റി ഓർക്കാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ മോഹനം പറയുകയാണ്, കുഞ്ഞിനും അഞ്ജലിയും അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ടല്ലോ, അവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മോഹൻ അവിടെ നിന്ന് പോകുന്നു. ഇത് കേൾക്കുമ്പോൾ ശ്യാമിന് ടെൻഷൻ ആവുന്നു. ഈ സമയം മുറിയിൽ അഞ്ജലിയും അശ്വിനും ഒരുമിച്ചിരിക്കുന്നു. എന്നിട്ട് അഞ്ജലി ചോദിക്കുകയാണ്, എന്താ കുഞ്ഞാ, എന്താ നിനക്ക് പറയാനുള്ളത്, എന്തായാലും പറയേ. അശ്വിനാണെങ്കിൽ ധൈര്യത്തോടെ പറയുകയാണ്, ചേച്ചി എനിക്ക് അത്യാവശ്യമായിട്ട് ചേച്ചിയോട് ഒരു കാര്യം പറയാനുണ്ട്. ഈ സമയം രാമേട്ട അവിടേക്ക് വന്നിട്ട്, കുഞ്ഞെ ഇത് ലാബിൽ നിന്ന് കൊണ്ടുവന്ന റിസൾട്ടാണ്, കുഞ്ഞിൻ്റെ തരാൻ പറഞ്ഞു. കുഞ്ഞിനെ കുടിക്കാൻ വല്ലതും വേണോ എന്ന് ചോദിക്കുമ്പോൾ അഞ്ജലി, ഒന്നും വേണ്ട രാമേട്ടൻ പോയി കഴിയുമ്പോൾ അഞ്ജലി ചോദിക്കുക, എന്തായാലും പറ കുഞ്ഞാ, നീ എന്താ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അശ്വൻ പറയാം, അല്ല ഇത് എന്തിൻ്റെ റിസൾട്ടാ, ചേച്ചി ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ആരെയൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. അപ്പോൾ അഞ്ജലി പറയുകയാണ്, ഇത് ഞാനിന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തതാ, അതിൻ്റെ റിസൾട്ടാണെന്നേ ഉള്ളൂ. അശ്വിനാണെങ്കിൽ തുറന്നു നോക്കാൻ പറയുമ്പോൾ അഞ്ജലി പെട്ടെന്ന് റിസൾട്ട് വായിച്ചിട്ട് കരയാൻ തുടങ്ങുന്നു, ചിരിക്കുന്നു. അഞ്ജലിക്ക് എന്താണെന്നറിയില്ല, പെട്ടെന്നൊരു സന്തോഷം, ചാടി എഴുന്നേൽക്കുന്നു. അശ്വിനാണെങ്കിൽ, എന്താ ചേച്ചി, എന്താ പറ്റിയേ, എന്താ അതിലുള്ളതെന്ന് പറയുമ്പോൾ അഞ്ജലി ആണെങ്കിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, കുഞ്ഞാ നീ ഒരു അമ്മാവനാവാൻ പോകുന്നു, ഞാൻ പ്രഗ്നൻ്റ് ആണ് കുഞ്ഞാ. ഇത് കേൾക്കുമ്പോൾ അശ്വിനാണെങ്കിൽ സങ്കടം വരുന്നു, അശ്വിൻ്റെ കണ്ണൊക്കെ നിറയുന്നു. അഞ്ജലി ആണെങ്കിൽ ദൈവത്തോട് നന്ദി പറയുകയാണ്, കല്യാണം കഴിഞ്ഞത് മുതൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതാണ്, എൻ്റെ പ്രാർത്ഥന നീ കേട്ടല്ലോ, ഇന്ന് ഈ വീട്ടിൽ ഇത്രയും സന്തോഷം നടക്കുന്ന സമയത്ത് തന്നെ ഈ സന്തോഷ വാർത്ത നീ എനിക്ക് തന്നല്ലോ, ഇതിൽ കൂടുതൽ നീ എനിക്കൊന്നും തരാനില്ല ദൈവമേ എന്ന് പറഞ്ഞ് അഞ്ജലി ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സന്തോഷിച്ച് നിൽക്കുകയാണ്. ഈ സമയം ശ്യാമാണെങ്കിൽ പതുക്കെ അശ്വിനും അഞ്ജലി എന്താ സംസാരിക്കുന്നതെന്ന് അറിയാൻ മുറിയിലേക്ക് വരുന്നു. അശ്വിൻ ശ്യാമിനെ കാണുന്നു. ശ്യാമിനെ തുറച്ചു നോക്കുമ്പോൾ ശ്യാം അകത്തേക്ക് കയറി വന്നിട്ട് അഞ്ജലിയുടെ പുറകിൽ വന്ന് നിൽക്കുന്നു. അശ്വിൻ ആരെ എങ്ങനെ നോക്കുന്നതെന്ന് അഞ്ജലി തിരിഞ്ഞു നോക്കുമ്പോൾ ശ്യാമിനെ കാണുന്നു. എന്നിട്ട് ശ്യാമിനോട് പറയുകയാണ്, നിങ്ങളുടെ താലി എൻ്റെ കഴുത്തിൽ വന്നതും അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതാ ദൈവത്തോട്, ഞാൻ ആ സത്യം അറിയാൻ ഇത്രയും നാൾ കാത്തിരിക്കേണ്ടി വന്നു. അപ്പോൾ ശ്യാം, അത് പിന്നെ അഞ്ജലി എന്നിങ്ങനെ പറയുമ്പോൾ അഞ്ജലി പറയാണ്, ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ ശ്യാമേട്ടാ, നിങ്ങളൊരു അച്ഛനാവാൻ പോകുന്നു, നമുക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു. ഇത് കേൾക്കുമ്പോൾ ശ്യാമിന് സന്തോഷമാവുന്നു. അഞ്ജലി ആണെങ്കിൽ ശ്യാമിനെ കെട്ടിപ്പിടിക്കുകയാണ്. ശ്യാം അശ്വിനെ നോക്കി കളിയാക്കി ചിരിക്കുന്നു. അഞ്ജലി ആണെങ്കിൽ പൊട്ടിക്കരയുകയാണ്.
ഇതെല്ലാം കണ്ടിട്ട് സഹിക്കാനാവാതെ നിൽക്കുകയാണ് അശ്വിൻ. പെട്ടെന്ന് അഞ്ജലി വന്നിട്ട്, കുഞ്ഞാ നീ എന്താ ഒന്നും മിണ്ടാത്തത്? നീ നിനക്ക് സന്തോഷമായില്ലേ? എന്താ നീ ഒന്നും മിണ്ടാത്തത്? സന്തോഷം കൊണ്ട് എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല. എന്നാലും ഇത്രയും വലിയ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം, അത് ആദ്യം ഞാൻ പറഞ്ഞത് എൻ്റെ ജീവിതത്തിലെ എന്നെ പൊന്നുപോലെ നോക്കുന്ന എൻ്റെ ഭർത്താവിനോടും എനിക്ക് വേണ്ടി ജീവൻ തരാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന എൻ്റെ അനിയനോടാണല്ലോ. ഇതിൽ പരം സന്തോഷം വേറെ ഒന്നുമില്ല എന്ന് പറയുന്ന കേട്ടിട്ട് അശ്വിൻ പൊട്ടിക്കരയാൻ തുടങ്ങുന്നു. പെട്ടെന്ന് അഞ്ജലി ചോദിക്കുക, എന്താ കുഞ്ഞാ, എന്താ നിനക്ക് പറ്റിയത്? ഈ സന്തോഷം കേട്ടിട്ട് നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? എന്നോടുള്ള സ്നേഹം കൊണ്ടാണോ, അതോ എൻ്റെ സ്നേഹം ഇനി പങ്കുവെച്ച് പോകുമല്ലോ എന്ന് ആലോചിച്ചാണോ നീ കരയുന്നത്? എന്തിനാ കുഞ്ഞാ കരയുന്നത്? ആര് വന്നാലും നീ തന്നെയല്ലേ എൻ്റെ ആദ്യത്തെ കുഞ്ഞ്. നീ കഴിഞ്ഞേ ഉള്ളൂ എല്ലാം. ഇതൊക്കെ കേട്ടിട്ട് അശ്വിന് സഹിക്കാൻ പറ്റുന്നില്ല. അശ്വിൻ പൊട്ടി കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അഞ്ജലി ആ ശ്യാമിനോട് പറയുകയാണ്, കണ്ടില്ലേ ശ്യാമേട്ടാ, അവൻ്റെ സന്തോഷം കണ്ടില്ലേ? സന്തോഷം കൊണ്ട് അവനിങ്ങനെ കരയുന്നത്. എന്താ ഈ കുഞ്ഞിന് പറ്റിയത്? അപ്പോൾ ശ്യാമാണെങ്കിൽ ചിരിച്ചുകൊണ്ട് അഞ്ജലിയെ കെട്ടിപ്പിടിക്കുന്നു. ശ്യാമിന് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയിൽ അശ്വിൻ കാർ എടുത്ത് പുറത്തേക്ക് പോവാണ്. ഈ സമയത്തെല്ലാം അശ്വിൻ ശ്രുതിയായിട്ട് നടന്നിട്ടുള്ള എല്ലാ സന്തോഷ നിമിഷങ്ങളും ആലോചിച്ചിട്ട് പൊട്ടിക്കരയാണ്. ശ്രുതിയെ പറ്റി മാത്രം ഇങ്ങനെ ആലോചിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അഞ്ജലി പ്രഗ്നൻ്റ് ആണെന്നുള്ള വിവരവും ആലോചിച്ചിട്ട് പൊട്ടിക്കരയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് അശ്വിൻ. ഇവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സീരിയൽ ഏതാണെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്